നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥ നിഹിലിസ്റ്റ് പെൻഗ്വിൻ മരിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ഓരോരുത്തരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം ഇതുതന്നെയായിരിക്കും എന്നെനിക്കറിയാം. വാ, നമുക്ക് കഥയിലേക്ക് കടക്കാം. നിങ്ങളൊരിക്കൽ ജീവിതത്തെ നോക്കി ഇതാണോ എല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് വൈറലായൊരു കഥ ലോകത്തിന്റെ മറുവശത്തുള്ള അന്റാർട്ടിക്കയിൽ നിന്ന് അതേ ചോദ്യം നമ്മളോട് വീണ്ടും ചോദിപ്പിച്ചു. അതൊരു മനുഷ്യന്റെ കഥയായിരുന്നില്ല, അതൊരു പെൻഗ്വിന്റെ കഥയായിരുന്നു. ചിരിക്കാത്ത, കൂട്ടത്തിൽ ലയിക്കാത്ത, ജീവിതത്തിന്റെ അർത്ഥത്തെ സംശയത്തോടെ നോക്കിയ ഒരു പെൻഗ്വിൻ. ഒടുവിൽ മലനിരകളിലേക്ക് നടന്നുപോയി, പിന്നെ ഒരിക്കലും തിരികെ വന്നില്ലെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞ നിഹിലിസ്റ്റ് പെൻഗ്വിൻ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലളിതമായ പോസ്റ്റിലൂടെയാണ് ഈ കഥ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഒരു പെൻഗ്വിന്റെ ഒറ്റപ്പെട്ട ചിത്രം, താഴെ കുറച്ചു വരികൾ മാത്രം. അവൻ കൂട്ടത്തിൽ നിന്ന് വിട്ടുനിന്നു, മീൻ പിടിച്ചില്ല, ആഘോഷിച്ചില്ല. അവൻ എപ്പോഴും ആകാശത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. ഈ വരികൾ ആരോ ഒരാൾ വായിച്ചു, പിന്നെ മറ്റൊരാൾ ഷെയർ ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ ആ പോസ്റ്റ് ആയിരങ്ങളിലേക്കും പിന്നീട് ലക്ഷങ്ങളിലേക്കുമെത്തി. ഒരേ സമയം ആളുകൾ ചോദിച്ചു, ഇത് യഥാർത്ഥമാണോ അതോ ഒരു കഥ മാത്രമാണോ? വൈറലായ പോസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു: അന്റാർട്ടിക്കയിലെ മറ്റു പെൻഗ്വിനുകൾക്ക് ജീവിതം ലളിതമായിരുന്നു. ഭക്ഷണം, കൂട്ടം, സുരക്ഷ, ഇവയായിരുന്നു അവരുടെ ലോകം. പക്ഷേ ഈ പെൻഗ്വിൻ വ്യത്യസ്തനായിരുന്നു. അവൻ മീൻ കിട്ടിയാലും സന്തോഷിച്ചില്ല. കൂട്ടത്തിന്റെ ശബ്ദത്തിൽ അവൻ മൗനം തിരഞ്ഞെടുത്തു. അവൻ നടക്കുമ്പോൾ പോലും അവന്റെ കണ്ണുകളിൽ ഒരുതരം ചോദ്യമുണ്ടായിരുന്നു. ഇതിന് അർത്ഥമുണ്ടോ എന്ന ചോദ്യം. കമന്റ് സെക്ഷനുകളിൽ ആളുകൾ അവനെ ഉടൻ തിരിച്ചറിഞ്ഞു. ഇത് നമ്മളെപ്പോലെയാണ് എന്നൊരാൾ എഴുതി. ഈ പെൻഗ്വിൻ ഒരു മനുഷ്യചിന്തയാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞു. അങ്ങനെ ഒരു പെൻഗ്വിൻ സോഷ്യൽ മീഡിയയിൽ ഒരു സിംബലായി മാറി. അവനെ ആളുകൾ വിളിച്ചു തുടങ്ങി നിഹിലിസ്റ്റ് പെൻഗ്വിൻ. കഥയുടെ ഏറ്റവും ശക്തമായ ഭാഗം അവൻ കൂട്ടം വിട്ടുപോയ ദിവസത്തെക്കുറിച്ചാണ്. പോസ്റ്റുകൾ പറയുന്നത് പ്രകാരം ഒരു ദിവസം കടുത്ത മഞ്ഞുപെയ്യത്തിൽ കാറ്റ് മഞ്ഞിനെ കത്തിപോലെ എറിഞ്ഞപ്പോൾ അവൻ ഒറ്റയ്ക്ക് മലനിരകളിലേക്ക് നടന്നു. ആരോടും യാത്ര പറഞ്ഞില്ല, ആരെയും നോക്കിയില്ല, ക്യാമറകളില്ല, സാക്ഷികളില്ല. അവനൊന്നും തെളിയിക്കാൻ പോയില്ല എന്നാ പോസ്റ്റ് പറഞ്ഞു. അവൻ